ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്, അതുകൊണ്ട് നാട്ടിലേക്ക് പോയിട്ടില്ല. നമ്മളെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. അമ്മ നാട്ടിലേക്ക് പോയേക്കാണ് കേട്ടോ. ഞാൻ അതേ ജസ്റ്റ് എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. ബ്രഷ് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യട്ടെ. കുറച്ച് പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഇന്നിപ്പോൾ ഇതാ കുറച്ച് തോർച്ചയുണ്ട്. മഴ ഇപ്പോൾ രാവിലെ ഇത്രയും നേരം പെയ്യായിരുന്നു തോന്നുന്നു. അതാ അവിടെയൊക്കെ വെള്ളമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അത് ഇറക്കം സ്ഥലമാണ് കേട്ടോ. ഇറക്കത്തോട്ട് ഇങ്ങനെ പോയിട്ടുള്ള സ്ഥലമാണ്. അല്ലാതെ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം കെട്ടി നിൽക്കുന്നതല്ല. പോവാൻ പതുക്കെ പോണ കാരണം കൊണ്ട് കെട്ടി നിൽക്കുന്നതാണ്. അതവിടെ ഉണ്ട്. അല്ല ശരി, അതവിടെ ഉണ്ട് എന്നൊക്കെ. അതാണ്. ഇപ്പം അത് മഴയില്ല, മഴ കുറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ പെയ്യുമായിരിക്കും. വല്ലാണ്ട് വെയിലൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ഇന്ന് കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുമ്പോഴത്തേനും പതുക്കെ പാലൊക്കെ കാച്ചി ചായയൊക്കെ ആക്കാമെന്ന് വിചാരിക്കും. എനിക്ക് ഈ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഒക്കെ മധുരം ഇടാണ്ട് കുടിക്കാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുടിച്ചിരുന്നു കേട്ടോ ഒരു സമയത്ത്. ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ നോക്കിയ സമയത്ത് ഞാൻ കുടിച്ചിരുന്നു. അപ്പം എനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവുണ്ട്. അത് കാരണം കൊണ്ട് ഞാനപ്പോൾ പനം കൽക്കണ്ട് ഇടാം കുറച്ച്. ഈ കട്ടൻ കാപ്പി രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്ന സമയത്ത് മാത്രം പനം കൽക്കണ്ടം കുറച്ച് അതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിക്കും. അപ്പം മധുരമായി വലിയ ദോഷമില്ലല്ലോ, പഞ്ചസാരയുടെ അത്രയും ദോഷമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഇടാണ് കേട്ടോ. കുറച്ചെടുത്തിട്ട് കഴുകി അതിനകത്തേക്ക് ഇടും. ഇപ്പൊ ചുഗുനുള്ള പാല്, അതുപോലെ ചായ ഉണ്ടാക്കാനുള്ള പാല് ഒക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. അത് തിളച്ചു. ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പാറും ചെറുപയറുപ്പേരിയും വയ്ക്കാനാണ്. അപ്പം അതിനി റെഡിയാക്കാൻ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. 8:30 ആയി. പക്ഷെ എന്നാലും ദോശയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. അതിന് മുമ്പ് എനിക്ക് തല കുളിക്കണമെന്നുണ്ടായിരുന്നു, സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒന്നൊരു പരിപാടി ഉണ്ട്. അപ്പം അതിന് മുമ്പ് വേണമെന്നുണ്ട്. അപ്പം ഞാൻ ഷടപടേ എന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പത്തേനും ജുഗുനും എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നാൽ കുറച്ച് നേരം അവനിങ്ങനെ തോളത്ത് കിടക്കണം. അത് എപ്പോഴും അങ്ങനെ ഒരു ശീലമാണ്. ഉറക്കം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് വന്നാലും കുറച്ച് നേരം ഒന്ന് തോളത്ത് കിടക്കണം. അങ്ങനെയാണ്, എന്നാലേ സമാധാനമാവും. എന്താ പരിപ്പ് കണ്ടില്ല. അപ്പോൾ സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചിട്ട് ഇനിയിപ്പം സാമ്പാർ വയ്ക്കാൻ പറ്റില്ല, പരിപ്പ് കാണാനില്ല. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് മാമ്പഴം കൂട്ടാൻ ഇഷ്ടംപോലെ മാമ്പഴമുണ്ട്. നാട്ടുമാങ്ങ അല്ല കേട്ടോ, മൂവാണ്ട മാങ്ങയാണ്. അത് വെച്ചിട്ട് എന്തായാലും മാമ്പഴം കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതാണ് പരിപാടി. അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് ചെറിയ തോതിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാനപ്പോൾ മാമ്പഴം കൂട്ടാൻ കണ്ടോ, കാണുന്നില്ല, മാമ്പഴം കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ട്. മാമ്പഴം കൂട്ടാനും പിന്നെ ചെറുപേരിയാണ് ഉണ്ടാക്കിയത്. പരിപാടിയാണ്. ജുഗുനും ഡാഡയും കൂടി നടക്കാൻ പോയേക്കാണ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും എല്ലാം ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ജുഗുനുവിനെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്ത് നമുക്ക് സ്ഥലം വരെ പോകാനുണ്ട്. ഞാനപ്പോൾ കുറേ സമയമായില്ല ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ പോണേ? ഹലോ, വെൽക്കം ടു ഡബിൾ എച്ച്. ഇന്ന് എങ്ങോട്ടാ പോകുന്ന വെച്ചാൽ ഡാഡിയുടെ ഓഫീസിലേക്ക് പോവാണ്. അവർ ചൂട് പാൻറ്റൊക്കെ വയ്ക്കും, ചൂട് എന്തെങ്കിലുമൊക്കെ കഴിക്കും, ചൂട് എല്ലാം ചെയ്തിട്ട് ചൂട് ടീച്ചർ പോയും. ഏറ്റവും കാര്യങ്ങൾ ഇന്ന് നമ്മൾ കഴിക്കും ഫാറ്റിലെത്തിയിട്ട്. അപ്പോൾ ചുഗുന് പറഞ്ഞ പോലെ ഡാഡയുടെ ഓഫീസിലേക്കാണ് കേട്ടോ ഞങ്ങൾ
ഇന്ന് പോണത് IBS സോഫ്റ്റ്വെയറിലേക്കാണ് പോകുന്നത്. അവിടെ ഫാമിലിക്ക് സ്പൗസിനും കിഡ്സിനും വരാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ സ്പൗസിനും അതുപോലെ തന്നെ കിഡ്സിനും പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാം. കിഡ്സിനൊരു പ്ലേ ഏരിയ ഉണ്ട്, ലാസ്റ്റ് ഒരു ഡിന്നർ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു പ്രോഗ്രാംസ്. നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. പക്ഷേ അവിടെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജുഗ്നുവിൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെയ്തില്ല. കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ചെയ്തുള്ളൂ. കുറച്ച് വലിയ പിള്ളേരുടെ പ്രോഗ്രാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ അവിടെ ചെന്നിട്ട് സൂര്യചേട്ടൻ്റെ വർക്ക് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് കാണാൻ പറ്റും, എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവിടെ പോയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങളിതേ സൂര്യചേട്ടൻ്റെ വർക്ക് സ്റ്റേഷനും അതുപോലെ അവരുടെ കഫ്റ്റേരിയ, പാൻട്രി, പിന്നെ എന്താ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടാവും, പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വർക്ക് സ്റ്റേഷനിൽ നിന്ന് നേരെ, അതായത് കമ്പനിയും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്കാണ് ചെന്നത്. അത് സ്മാർട്ട് സിറ്റിയിലായിരുന്നു. അപ്പോൾ ഇവിടെ കയറി ചെന്ന വഴി ജുഗുന് സ്റ്റേജിൽ പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞ കാര്യമേ മറന്നുപോയി. അവൻ അവിടെ കളിക്കാൻ വേണ്ടി തുടങ്ങി, അവിടെ എൻജോയ് ചെയ്തു. മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവനിങ്ങനെ ചുമ്മാ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ മാജിക് കാണിക്കാന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ഓർത്തെ അവൻ മാജിക് ഷോ ഒക്കെ കാണുമ്പോൾ കണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഒന്ന് കണ്ടു, പിന്നെ വീണ്ടും അവൻ കളിക്കാനൊക്കെ പോയി. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് എല്ലാ പിള്ളേരും ഒന്ന് സ്റ്റേജിൽ കയറ്റാം എന്നുള്ള രീതിയിൽ അവരൊരു DJ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്നു. അതിൽ അവൻ കുറച്ച് നേരമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിന്നറിന് പോയി. അവിടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ഫ്ലാറ്റിലേക്ക്. ഫ്രഷായി. എന്തിനാ റെഡി ആയിട്ടിരിക്കണത്? ഉറങ്ങാനല്ലേ? ഇതെന്താ നോക്ക്. ഇങ്ങോട്ട് കഞ്ചി അപ്പൊ നമ്മളിതേ ഫ്രഷായി ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇവിടെ രാവിലെ ഒരാൾ ഉറങ്ങിയിട്ടേ ഇല്ല, നേരത്തെ എണീറ്റതാ. അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും അല്ലേ? ഇത്തിരി നേരം കളിച്ച് കഴിഞ്ഞാൽ ഉറങ്ങൂലേ? ഇത്തിരി നേരം കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും. അത് കഴിഞ്ഞ് ഇനി നാളെ ആദൂട്ടന്റെ ബർത്ത്ഡേക്ക് പോണം അല്ലേ? ഈ മാസം കഴിഞ്ഞില്ല, നാളെയാണ് സൺഡേ ആദൂട്ടന്റെ ബർത്ത്ഡേക്ക് പോണം. അപ്പൊ ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ അല്ലേ? അടുത്ത വീഡിയോയിൽ വേദന വരാം. അതുവരെ ടാറ്റാ.